നമസ്കാരം. PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് മെയിൻ എക്സാമിനേഷൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് മെയിൻസ് ബാക്കിയെല്ലാം മാറ്റി വയ്ക്കുക. പുതിയൊരു അംഗത്തിന് തുടക്കമാണ്. നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന് 20 മാർക്കുണ്ട്. ബാക്കി കുറേയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അത് നന്നായിട്ട് റിവൈസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ കഴിഞ്ഞ എക്സാംസ് എഴുതിയ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഇനി എന്തൊക്കെ അതിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്നുള്ളത് ചെയ്താൽ മതി. ഇത് എൻറ്റയർലി ന്യൂ ടോപ്പിക്കാണ്. അപ്പം വൃത്തിയായിട്ട് ആ 20 മാർക്കുകളിൽ മാക്സിമം പഠിച്ചെടുക്കുക. അവിടുത്തെ പരമാവധി നമ്മൾ സ്കോർ ചെയ്യാൻ നോക്കുക. ഓക്കെ. PSC എക്സാം ഗൈഡിൻ്റെ ഓൺലൈൻ കോഴ്സ് ജൂൺ 10th സ്റ്റാർട്ട് ചെയ്യുന്നവരും നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഇനി അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ചിട്ടയായ രീതിയിലുള്ള ഒരു പരിശീലനമായിരിക്കും. അപ്കമിങ് എക്സാംസിന് വേണ്ടിയിട്ട് 10th ലെവലാണെങ്കിലും ഡിഗ്രി ലെവലാണെങ്കിലും സിലബസ് വൃത്തിയായിട്ട് പഠിച്ച് എന്താ പറയുക, നമ്മൾ നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് എക്സാമിന് കുറേ മുന്നേ തന്നെ, നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് അറിയാൻ വരാൻ പോകുന്നത് KS, അതുപോലെ തന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിട്ടുള്ള സെക്രട്ടറി പോസ്റ്റ്, LDC 2024 വരുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ വരും എന്ന് പറയുമ്പോൾ അത് വന്നതിന് ശേഷമല്ല പഠിക്കേണ്ടത്. നമ്മൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് ആ എക്സാം ആകുമ്പോഴേക്കും തീർത്തിരിക്കണം. ആ രീതിയിലുള്ള ഒരു ലോങ് ടേം ആയിട്ട് പ്ലാൻ ചെയ്ത് വേണം നമ്മൾ ഈ എക്സാമിലോട്ട് പോകാനായിട്ട്. അപ്പോൾ അതിനെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഓൺലൈൻ കോഴ്സാണ്. അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ വഴി കോൺടാക്ട് ചെയ്യണം. ഓക്കെ. നമ്മൾ മെയിൻ എക്സാമിനേഷന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. കുറേ ഫാക്ട്സ് അല്ല നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി വേണം ഇനി പഠിക്കാനായിട്ട്. അങ്ങനെ പഠിച്ചാൽ മാത്രമേ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഓരോ ക്ലോസ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. ഇത് ഫുള്ള് നമുക്ക് പാരഗ്രാഫ് പോലെ എസ്സേ പോലെ നമുക്കിങ്ങനെ ബോർഡിൽ എഴുതി ഒന്നും ചെയ്യാനായിട്ട് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ചെയ്തിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾ കേട്ട് മനസ്സിലാക്കി നിങ്ങളുടേതായ രീതിയിൽ ലെക്ചർ നോട്ട്സ് എഴുതിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കേട്ടു, നിങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോയിന്റ്സ് എഴുതിയെടുക്കുക. ഫാക്ട്സ് ഒക്കെ ആണെങ്കിൽ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഓക്കെ. അങ്ങനെ വേണം പഠിക്കാനായിട്ട്. നമ്മൾ ആദ്യത്തെ ടോപ്പിക്കായ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനെ പറ്റിയിട്ടുള്ളൊരു ക്ലാസ്സാണ്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, ഇതാണ് സിലബസിൽ ആദ്യം പറഞ്ഞിട്ടുള്ളത്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ മറ്റൊരു പേര് ആദ്യം തന്നെ പഠിക്കുക. ഈ കമ്മീഷൻ്റെ മറ്റൊരു പേരാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ. ഈ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നുള്ള പേര് എന്തുകൊണ്ടായിരിക്കും യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ വന്നിട്ടുണ്ടാവുക? ഓഫ് കോഴ്സ് ഈ ഒരു കമ്മീഷൻ്റെ ചെയർമാൻ്റെ പേരായിരിക്കണം രാധാകൃഷ്ണൻ. ഈ രാധാകൃഷ്ണൻ നമുക്കറിയാം ആരാണ്. ഇന്ത്യയുടെ 2ാമത്തെ പ്രസിഡൻ്റായ ഡോക്ടർ S രാധാകൃഷ്ണൻ, സർവപ്പള്ളി രാധാകൃഷ്ണനാണ് ഈ രാധാകൃഷ്ണൻ. ഓക്കെ. അപ്പം നമുക്കറിയാം ഡോക്ടർ S രാധാകൃഷ്ണനെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് നമ്മൾ ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് അല്ലേ. അപ്പോൾ അദ്ദേഹം നല്ലൊരു സ്കോളറാണ്. ഇന്ത്യയുടെ 2nd പ്രസിഡൻ്റ് ആണ്. ഇന്ത്യയുടെ 1st വൈസ് പ്രസിഡൻ്റ് ആണ്. അതേപോലെ തന്നെ ഇദ്ദേഹം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലറാണ്. അപ്പോൾ എന്തുകൊണ്ടും ഇങ്ങനൊരു വിദ്യാഭ്യാസ കമ്മീഷൻ്റെ ചെയർമാനാകാൻ അർഹതയുള്ളൊരു വ്യക്തിയാണ്. സോ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ഡോക്ടർ S രാധാകൃഷ്ണനാണ്. ഈ കമ്മീഷൻ്റെ മറ്റൊരു പേര് രാധാകൃഷ്ണൻ കമ്മീഷൻ. രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്ന ഒരു വിദ്യാഭ്യാസ കമ്മീഷനാണ് ഏത്? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. പേര് തന്നെ ഉണ്ടല്ലോ, യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷൻ. അപ്പോൾ ഇതൊരു വിദ്യാഭ്യാസ കമ്മീഷനാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. ഫസ്റ്റ് എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ആണ്. ഇത് 1948 ഈ ഒരു കമ്മീഷൻ വരുന്നത്. അപ്പോൾ ഈ കമ്മീഷൻ്റെ ഇയർ 1948. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് പറഞ്ഞത് ഏതാണ്? രാധാകൃഷ്ണൻ കമ്മീഷനാണ്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനേക്കാളും മുൻപ് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇതുപോലെ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നു. ഹണ്ടർ കമ്മീഷൻ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഹണ്ടർ കമ്മീഷൻ എന്നാണ് ഈ ഒരു കമ്മീഷൻ്റെ പേര്. അതൊരു വിദ്യാഭ്യാസ കമ്മീഷനാണ്. ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഹണ്ടർ കമ്മീഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമ്മൾ ഹിസ്റ്ററിയിൽ ജാലിയൻവാലാ ബാഗ് പഠിക്കുന്ന സമയത്ത് ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊലയെ പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ടൊരു ഹണ്ടർ കമ്മീഷൻ ഉണ്ടായിരുന്നു. അത് വേറെ ഇത് വേറെ. ഈ കമ്മീഷൻ ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന ഒരു വിദ്യാഭ്യാസ കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന 1947. ഈ കമ്മീഷൻ 1948 വരുന്നത്. ഈ കമ്മീഷൻ ഫസ്റ്റ് കൺവീൻഡ് 1948 December 6. 1947 December 6 ദിസ് കമ്മീഷൻ ഫസ്റ്റ് കൺവീൻഡ്. ഓക്കെ. ഈ കമ്മീഷൻ ഉദ്ഘാടനം ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അബ്ദുൽ കലാം ആസാദാണ് ഈ രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് എന്തിനുള്ള കമ്മീഷൻ നമുക്ക് എല്ലാവർക്കും പേരിൽ നിന്ന് തന്നെ അറിയാം. വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള, വിദ്യാഭ്യാസത്തെ പറ്റിയിട്ടുള്ള സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മീഷനാണ്. അല്ല, നോർമലി ഓരോ കമ്മീഷൻസ് ഓരോ കാര്യങ്ങൾ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ കൊണ്ടുവരേണ്ട ഇംപ്രൂവ്മെൻറ്റ്സ്, ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിൽ കൊണ്ടുവരേണ്ട ഇംപ്രൂവ്മെൻറ്റ്സ്, ഈ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ്റെ പ്രോബ്ലംസിനെയൊക്കെ സ്റ്റഡി ചെയ്തിട്ട്, ഹയർ എഡ്യൂക്കേഷൻ്റെ പ്രോബ്ലംസിനെയൊക്കെ സ്റ്റഡി ചെയ്തിട്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, അതിനെ എങ്ങനെ റീകൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ ഒരു സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാം
എന്നതിനെ പറ്റിയിട്ട് റിപ്പോർട്ട് കൊടുത്ത ഒരു കമ്മീഷനാണ് ആര്? രാധാകൃഷ്ണൻ കമ്മീഷൻ. ഈ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 10 അംഗങ്ങളാണ്. അവരുടെ പേര് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ എല്ലാവരുടെയും പേര് നമുക്ക് ബൈഹാർട്ട് ചെയ്യണ്ട. ഇനി ഇൻ കേസ് താഴെ തന്നിട്ടുള്ളവയിൽ രാധാകൃഷ്ണൻ കമ്മീഷനിൽ ഉൾപ്പെടാത്ത അംഗമായിരുന്നു ചോദിച്ചാൽ ഈ പേരൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പേരുകളൊന്ന് റീഡ് ചെയ്യാം. താരാചന്ദ്, രാധാകൃഷ്ണൻ കമ്മീഷനിൽ താരാചന്ദ് ഉണ്ട്. ജെയിംസ് ഇ ഡഫ്, ജെയിംസ്. സക്കീർ ഹുസൈൻ ഉണ്ട്. ഓക്കെ. ആർതർ ഇ മോർഗൻ, ലക്ഷ്മണ സ്വാമി മുതലിയാർ, മേഘ്നാഥ് സാഹ, ഡോക്ടർ കരം നാരായൺ ബഹൽ, ജോൺ ജെ ടൈജർ, ശ്രീ നിർമ്മൽ കുമാർ സിദ്ധാർത്ഥ. അപ്പോൾ ഇവരുടെ പേരുകൾ ജസ്റ്റ് ഞാൻ ഒരു തവണ റീഡ് ചെയ്യാം. എത്ര പേരുകൾ നിങ്ങളുടെ മനസ്സിൽ നിന്നൊന്ന് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഓർക്കുക. നമുക്കിവിടെ ഒന്നും പേര് ബൈഹാർട്ട് ചെയ്യേണ്ട, പക്ഷേ നമുക്ക് ഓപ്ഷൻ കണ്ടാൽ ഇത് ഞാൻ കേട്ടിട്ടുള്ള പേരാണോ അല്ലയോ എന്നൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഒരു മെമ്പർ ഡോക്ടർ രാധാകൃഷ്ണൻ, ബാക്കിയുള്ള 9 മെമ്പേഴ്സിൻ്റെ പേരാണ്. ഇപ്പം ഞാൻ പറഞ്ഞിരുന്ന ഒരു പേര് താരാചന്ദ് അല്ലേ. ഇനി ജെയിംസ് ഉണ്ട്, സക്കീർ ഹുസൈൻ ഉണ്ട്, ഒരു ലക്ഷ്മണസ്വാമി മുതലിയാർ പേര് പെട്ടെന്ന് നമുക്ക് ഓർക്കാൻ സാധ്യതയുണ്ട്, ലക്ഷ്മണസ്വാമി മുതലിയാർ. പിന്നെ ഒരു നാരായണ സംതിങ് അല്ലെ, നാരായണൻ ബഹൽ. 5 പേരായില്ലേ. ഇനി ഒരു 4 പേരും കൂടെ ഉള്ളൂ. ഏതായിരിക്കും 4 പേരുള്ള? മേഘ്നാഥ് സാഹ കേട്ടോ, മേഘ്നാഥ് സാഹ. ഓക്കെ, ഒരു പേര് വെറൈറ്റി പേരാണല്ലോ. പിന്നെ വന്നിട്ട് നിർമ്മൽ കുമാർ സിദ്ധാർത്ഥ. ദെൻ ജോൺ എന്നുള്ളൊരു പേരുണ്ട്. ആർതർ ഇ മോർഗനും ഉണ്ട്. ഇനി ഒന്നുകൂടെ പറഞ്ഞു നോക്കിയാൽ നമുക്ക് കിട്ടും. ഏതാണ്? താരാചന്ദ് എന്നൊരു പേരുണ്ട്. ജെയിംസ് ജോൺ, ജെയിംസ് ആയിട്ട് 2 പേരുണ്ട്, ജെയിംസ് ജോൺ. പിന്നെ വന്നിട്ട് സക്കീർ ഹുസൈൻ ഉണ്ട്. പിന്നെ ലക്ഷ്മണസ്വാമി മുതലിയാരും ഉണ്ട്. നാരായൺ ബാഹൽ എന്ന് പറഞ്ഞൊരു പേരുണ്ട്. പിന്നെ ഒരു വെറൈറ്റി പേരാണ് ഞാൻ പറഞ്ഞു, മേഘനാഥ് സാഹ അല്ലേ, മേഘനാഥ് സാഹ എന്നൊരു പേര് പറഞ്ഞു. നിർമ്മൽ കുമാർ സിദ്ധാർത്ഥ, ആർതർ മോർഗൻ. ഇത്രയും പേരുകളേ ഉള്ളൂ. അപ്പം ഡോക്ടർ രാധാകൃഷ്ണൻ, താരാചന്ദ്, ജെയിംസ് ഉണ്ട്, ജോൺ ഉണ്ട്, സക്കീർ ഹുസൈൻ ഉണ്ട്, ലക്ഷ്മണസ്വാമി മുതലിയാറുണ്ട്, ഒരു നാരായൺ ബാഹൽ എന്ന് പറഞ്ഞൊരു പേരുണ്ട്, മേഘനാഥ് സാഹ ഉണ്ട്, പിന്നെ നിർമ്മൽ കുമാർ ഉണ്ട്, പിന്നെ ആർതർ മോർഗൻ ഉണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് ഇത്രയും എന്നെ കേട്ടില്ലേ, ഒന്ന് പോസ് ചെയ്തിട്ട് പേരുകളൊന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങൾക്ക് 1 2 ചിലപ്പോൾ മിസ്സായാലും മെജോറിറ്റി പേര് നമ്മുടെ മൈൻഡിൽ വരും. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ നമ്മൾ ഓർക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും പേരാണ്, 10 മെമ്പേഴ്സാണ് ഈ ഒരു കമ്മീഷനിലുള്ളത്. ഈ കമ്മീഷൻ 1949 ഇവരുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഇവർ എങ്ങനെയാണ് ഇവർ സ്റ്റഡി ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരൊരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കിയിട്ട് ഒരുപാട് ആളുകളിലോട്ട് ഈ ക്വസ്റ്റ്യനെയർ എത്തിച്ചു. അതായത് ഇപ്പം നിലവിലുള്ള വിദ്യാഭ്യാസ സിസ്റ്റത്തെക്കുറിച്ച്, ഹയർ എഡ്യൂക്കേഷനെ പറ്റിയിട്ടുള്ള പ്രോബ്ലംസ്, ഇതിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കി ആളുകളിലോട്ട് എത്തിച്ചു. 600 ക്വസ്റ്റ്യനെയർ ഇവർ തിരിച്ചു കിട്ടി. അപ്പോൾ അതവർ റീഡ് ചെയ്തു, ജനങ്ങളുടെ ഒപ്പീനിയൻ എടുത്തു. പിന്നെ ഇവർ ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ സന്ദർശനം നടത്തുകയുണ്ടായി. യൂണിവേഴ്സിറ്റികളിലെ പ്രൊഫസേഴ്സിനെ, അവിടുത്തെ ടീച്ചേഴ്സിന്, സ്റ്റുഡൻസിനോടൊക്കെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്, സ്റ്റാഫിനോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവിടുന്ന് സജഷനൊക്കെ എടുക്കുകയാണ്. ഇതെല്ലാം ചേർത്ത് വെച്ച് 1949 ഇവർ 2 വോളിയമായിട്ട് ഈ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. 2 വോളിയത്തിൽ ഫസ്റ്റ് വോളിയം ഇതിൻ്റെ റെക്കമെൻഡേഷൻസ് എല്ലാമാണ് പറയുന്നത്. എന്തൊക്കെ റെക്കമെൻഡേഷൻസ്, ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് ചേഞ്ചസ് കൊണ്ടുവരേണ്ടത്, ആ റെക്കമെൻഡേഷനാണ് ഫസ്റ്റ് വോളിയത്തിൽ പറയുന്നത്. സെക്കൻഡ് വോളിയം, ഈ റിപ്പോർട്ടിൻ്റെ സെക്കൻഡ് വോളിയം പറയുന്നത് ഡേറ്റ, അവർ സ്റ്റഡി ചെയ്യാൻ ഉപയോഗിച്ച ഡേറ്റയെ പറ്റിയിട്ടാണ് സെക്കൻഡ് വോളിയത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 വോളിയമായിട്ട് കൊടുത്ത് ഡോക്ടർ രാധാകൃഷ്ണൻ്റെ പേരിലുള്ള രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ കമ്മീഷനായ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ റിപ്പോർട്ടിലെ റെക്കമെൻഡേഷൻസ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട് പഠിക്കാനായിട്ട്. റെക്കമെൻഡേഷൻസ് ഓൺ ഹയർ എഡ്യൂക്കേഷൻ. അപ്പോൾ റെക്കമെൻഡേഷൻസ് കുറച്ച് ലെങ്തി ആണ്. അപ്പോൾ നമുക്ക് ഒറ്റ പാർട്ടിൽ ഫുൾ എടുക്കാൻ പറ്റില്ല. ഇവർ റെക്കമെൻഡേഷൻ ഒരു 11 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ റെക്കമെൻഡേഷനിൽ ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, എയിംസ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യം, അതേപ്പറ്റി പറയുന്നുണ്ട്, എയിം പറയുന്നുണ്ട്. ഇനി ടീച്ചിങ് സ്റ്റാഫിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ടീച്ചിങ് സ്റ്റാഫിന് യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസിലെ ടീച്ചിങ് സ്റ്റാഫിനെ പറ്റിയിട്ട്. സ്റ്റാൻഡേർഡ്സ് ഓഫ് ടീച്ചിങ് സ്റ്റാൻഡേർഡ്സ്, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, റിലീജിയസ് എഡ്യൂക്കേഷൻ, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, എക്സാമിനേഷൻ, സ്റ്റുഡൻസ് ആൻഡ് ദെയർ ആക്ടിവിറ്റീസ് ആൻഡ് വെൽഫെയർ, ദെൻ വുമൻസ് എഡ്യൂക്കേഷൻ, കൺസ്ട്രക്ഷൻ ആൻഡ് കൺട്രോൾ, ന്യൂ യൂണിവേഴ്സിറ്റീസ് ആൻഡ് റൂറൽ യൂണിവേഴ്സിറ്റീസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടില്ല. പേര് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം. ഈ റെക്കമെൻഡേഷൻസ്, ഒന്ന് എയിം പറയുന്നുണ്ട് അല്ലേ, എയിംസ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യം. പിന്നെ ടീച്ചിങ് സ്റ്റാഫ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ്, ടീച്ചിങ് സ്റ്റാഫിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. പിന്നെ അവിടുത്തെ ഒരു പുതിയ കാര്യങ്ങളിലെ ചേഞ്ചസ് കൊണ്ടുവരുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ്സ് ഓഫ് ടീച്ചിങ്, പിന്നെ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, റിലീജിയസ് എഡ്യൂക്കേഷൻ, 5 കാര്യങ്ങളൊന്നുകൂടെ പറയാം. എയിംസ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ, ടീച്ചിങ് സ്റ്റാഫ്,
പിന്നെ ആ ഒരു സ്റ്റുഡൻറ് സ്റ്റാൻഡേർഡ് ഓഫ് ടീച്ചിങ്, പിന്നെ റിലീജിയസ് എഡ്യൂക്കേഷൻ ഉണ്ട്, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഉണ്ട്. അത്രയും കിട്ടിയോ? 5 ഇപ്പം തന്നെ പഠിക്കുക. എന്തൊക്കെയാണ്? ഒന്ന് എയിംസ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ, പിന്നെ ടീച്ചേഴ്സിനെ പറ്റിയിട്ടാണ്, ടീച്ചിങ് സ്റ്റാഫിനെ പറ്റി, ടീച്ചിങ് സ്റ്റാഫ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ്, പിന്നെ ഒരു സ്റ്റാൻഡേർഡ്സ് ഓഫ് ടീച്ചിങ്, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ റിലീജിയസ് എഡ്യൂക്കേഷൻ. അടുത്തത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എക്സാമിനേഷൻസ്, സ്റ്റുഡൻസ് ആൻഡ് their activities and welfare, women education, construction and control, new universities and rural universities. അപ്പോൾ ആദ്യത്തെ 5 കഴിഞ്ഞാൽ ബാക്കി ഏതൊക്കെയാണ്? മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, എക്സാമിനേഷൻ, സ്റ്റുഡൻസ് വെൽഫെയർ ആൻഡ് ആക്ടിവിറ്റീസ്, പിന്നെ വുമൺസ് എഡ്യൂക്കേഷൻ വരുന്നുണ്ട്, കൺസ്ട്രക്ഷൻ ആൻഡ് കൺട്രോൾ, ന്യൂ യൂണിവേഴ്സിറ്റീസ് ആൻഡ് റൂറൽ യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ ഏകദേശം പറയുന്നത് ഒന്നുകൂടെ ഓർത്ത് നോക്കി എന്തൊക്കെയാണ് രാധാകൃഷ്ണൻ കമ്മീഷനിൽ പറഞ്ഞ റെക്കമെൻഡേഷൻസ്. ഒന്ന് ഓർത്ത് നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്. ടീച്ചിങ് സ്റ്റാഫിനെ പറ്റി പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ടീച്ചിങ് സ്റ്റാഫിനെ പറ്റി പറയുന്നുണ്ട്, സ്റ്റുഡൻസ് ദർ വെൽഫെയർ ആക്ടിവിറ്റീസിനെ പറ്റി പറയുന്നുണ്ട്, 2 കാര്യങ്ങളായില്ലേ. ഇനി സ്റ്റാൻഡേർഡ് ഓഫ് ടീച്ചിങ്ങിനെ പറ്റി പറയുന്നുണ്ട്, എയിംസ് ഫസ്റ്റ് അല്ലെ, എയിംസ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ് 4 പിന്നെ 2 പ്രൊഫഷണൽ എഡ്യൂക്കേഷനും റിലീജിയസ് എഡ്യൂക്കേഷനും പറയുന്നുണ്ട്. അപ്പോൾ 4 × 6 മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ പറയുന്നില്ലേ, എക്സാമിനേഷൻ പറയുന്നില്ലേ, 6 × 8 ആയിട്ടുണ്ട്. ന്യൂ യൂണിവേഴ്സിറ്റീസ് ആൻഡ് റൂറൽ യൂണിവേഴ്സിറ്റീസ് 9 അല്ലേ. ഇനി 10ാമത്തേത് ഏതാണ്? വുമൻസ് എഡ്യൂക്കേഷൻ ആൻഡ് ലാസ്റ്റത്തത് കൺസ്ട്രക്ഷൻ ആൻഡ് കൺട്രോൾ. ഇതാണ് പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ്. ഇനി ഇതിന് ഓരോന്നിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമുക്ക് ചെറിഞ്ഞ് നോക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം പറയുമ്പം ഇത് ലെങ്തി ക്ലാസ് ആണ്, അതുകൊണ്ട് ഞാൻ പാർട്സ് ആയിട്ടായിരിക്കും എടുക്കുക. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞത്? ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ പേരിലാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഉള്ളത്. രാധാകൃഷ്ണൻ കമ്മീഷൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ്. യൂണിവേഴ്സിറ്റീസിൽ നിലനിൽക്കുന്ന പ്രോബ്ലംസ്, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിനെ പറ്റി സ്റ്റഡി ചെയ്യാനും പുതിയ റെക്കമെൻഡേഷൻസ് കൊണ്ടുവരാനും ഒക്കെ വേണ്ടിയിട്ട് ഉള്ള ഒരു കമ്മീഷനാണ്. നിലവിലുള്ള യൂണിവേഴ്സിറ്റി റിലേറ്റഡ് മാറ്റേഴ്സ് റീകൺസ്ട്രക്ഷൻ കൊണ്ടുവരാനും ഇന്ത്യയുടെ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റിലോട്ട് നയിക്കുന്ന രീതിയിലുള്ള റെക്കമെൻഡേഷൻസ് കൊടുത്തൊരു കമ്മീഷനാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ. 10 അംഗങ്ങളാണ് ഉള്ളത്. ഈ 10 അംഗങ്ങളിൽ താരാചന്ദ്, ജെയിംസ്, സക്കീർ ഹുസൈൻ, ആർദർ മോർഗൻ, ലക്ഷ്മണസ്വാമി മുതലിയാർ, മേഘ്നാഥ് സാ, കരൺ നാരായൺ, ദെൻ ജോൺ ആൻഡ് നിർമ്മൽ കുമാർ സിദ്ധാർത്ഥ്, ഇത്രയും പേരാണ് ഈ 10 അംഗങ്ങളിലുള്ളത്. ഇവർ ചെയ്തത് ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്തു, ഒരു ഡിഫറെൻറ്റ് ആളുകളിലോട്ട് എത്തിച്ചു, 600 എണ്ണം തിരിച്ചു കിട്ടി. പിന്നെ യൂണിവേഴ്സിറ്റീസ് വിസിറ്റ് ചെയ്തു, ടീച്ചേഴ്സിനോട് സ്റ്റാഫ് സ്റ്റുഡൻസ് എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അങ്ങനെ ഫൈനലി 1949 ഇവർ റിപ്പോർട്ട് സമർപ്പിച്ചു. 2 വോളിയമായിട്ടാണ് ഇവർ റിപ്പോർട്ട് കൊടുക്കുന്നത്. ഫസ്റ്റ് വോളിയം പറയുന്നത് റെക്കമെൻഡേഷൻസ് എന്തൊക്കെ വേണം എന്നുള്ളത്, സെക്കൻഡ് വോളിയത്തിൽ അവർ സ്റ്റഡി ചെയ്ത ഡേറ്റയെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ട് പറഞ്ഞുള്ള റെക്കമെൻഡേഷൻ ഇതൊക്കെയാണ്: എയിംസ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ, ടീച്ചിങ് സ്റ്റാഫ് ഇൻ യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ്, standards of teaching, professional education, religious education, medium of instruction, examination, students, their activities and welfare, women's education, construction and control, new universities and rural environment. Okay, 1948 ഈ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഉദ്ഘാടനം ചെയ്തത് അബ്ദുൽ കലാം ആസാദാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിലെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷനോട്ടൊന്ന് കിടക്കാം. അപ്പോൾ രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസിൽ ആദ്യത്തേത് എയിംസ് ആണ് അല്ലെ, എയിംസ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. ഇതിന്റെ ലക്ഷ്യങ്ങളാണ് പറയണത്. ഓക്കെ, ഇൻ ദിസ് ന്യൂ ഇന്ത്യ, ഒരു പുതിയൊരു ഇന്ത്യനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് ഈ ഒരു എഡ്യൂക്കേഷൻ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസിൽ കൂടെ പുതിയൊരു ഇന്ത്യയെ വാർത്തെടുക്കുക. എങ്ങനെയുള്ള ഇന്ത്യയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, അത് എങ്ങനെയാണെന്ന് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ന്യൂ ഇന്ത്യ കൊണ്ടുവരുന്നത് ബൈ ഇമ്പാക്ട് ഓഫ് പൊളിറ്റിക്കൽ ചേഞ്ച്. ബിക്കോസ് നമുക്കറിയാം ഇന്നത്തെ സ്റ്റുഡൻസ് ആണ് നാളത്തെ ഇന്ത്യനെ ലീഡ് ചെയ്യുന്നവർ, നാളത്തെ സിറ്റിസൺസ് ആണ്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ചേഞ്ചിന്റെ ഒരു ഇമ്പാക്ട് വരും. അതായത് ഇവരുടെ എഡ്യൂക്കേഷനിലൊക്കെ ഒരു റെക്കമെൻഡേഷൻസ് കൊണ്ടുവന്നാൽ, നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൊടുത്താൽ ഇവിടെ ഒരു പൊളിറ്റിക്കൽ ചേഞ്ചിന് ഇമ്പാക്ട് ഉണ്ടാവാം. യൂണിവേഴ്സിറ്റീസ് ആസ് ദ ഓർഗൻസ് ഓഫ് സിവിലൈസേഷൻ, അത് തന്നെയാണ് നമ്മുടെ ഒരു സിവിലൈസേഷന്റെ ബോഡി എന്ന് പറയുന്നത് തന്നെ യൂണിവേഴ്സിറ്റീസ് ആണ്. യൂണിവേഴ്സിറ്റീസിൽ നിന്ന് ഇറങ്ങുന്ന ആളുകളാണ് നാളത്തെ പൗരന്മാർ. അപ്പോൾ ഇവർക്ക് നല്ല രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുത്താൽ നല്ല രീതിയിലുള്ള ഒരു നല്ലൊരു സിവിലൈസേഷൻ ഇവിടെ കൊണ്ടുവരാൻ പറ്റും. ഇന്റലക്ച്വൽ അഡ്വഞ്ചർ, അവർക്ക് വളരെ പ്രാക്ടിക്കലായിട്ട് ഭൗതികപരമായ രീതിയിൽ ഉള്ള പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിക്കുക, അതെല്ലാം ഈ റെക്കമെൻഡേഷനിൽ പറയുകയാണ്. ആൻഡ് ഇൻ്റഗ്രേറ്റഡ് വേ ഓഫ് ലൈഫിൻ്റെ ഒരു ഇൻ്റഗ്രേറ്റഡ് വേയിലൂടെ കാണുക. പിന്നെ വിസ്ഡം ആൻഡ് നോളജ്, ഇവരുടെ എഡ്യൂക്കേഷൻ ത്രൂ ഇവർക്ക് വിസ്ഡം കൊണ്ടുവരണം, ഇവരുടെ നോളജ് കൊണ്ടുവരണം. എയിംസ് ഓഫ് സോഷ്യൽ ഓർഡർ, ഇപ്പോൾ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ നിൽക്കേണ്ടത്. അപ്പോൾ സൊസൈറ്റിയുടെ നന്മയെ മുൻനിർത്തിയായിരിക്കണം ഇവർ പ്രവർത്തിക്കേണ്ടത്. സോ ആ രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ വേണം. ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഡെമോക്രസി, ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി അല്ലേ, ഇതൊക്കെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ കേട്ടിട്ടുണ്ടല്ലോ. നീതി,
സമത്വം, അതുപോലെ തന്നെ ഇക്വാലിറ്റി, ലിബർട്ടി, സ്വാതന്ത്ര്യം, നാഷണൽ ഇന്റർനാഷണൽ ഇന്റഗ്രേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്രധാനപ്പെട്ട എയിംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിപ്പോൾ എന്താ പറയുക, ഓരോ പോയിന്റ്സ് നിങ്ങളിങ്ങനെ ബൈഹാർട്ട് ചെയ്യൊന്നും വേണ്ട, പക്ഷേ ഇതൊക്കെയാണ് ഈ റെക്കമെൻഡേഷൻസിൽ പറയുന്നത് എന്ന് അറിഞ്ഞിരുന്നാൽ മതി. കാരണം ഇനിയത്തെ എക്സാമിനേഷൻ നമ്മൾ എന്ത് പോയിന്റ്സ് ബൈഹാർട്ട് ചെയ്താലും അങ്ങനെയല്ല. നമുക്കിപ്പോൾ പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഈ പോയിന്റ്സ് എല്ലാം ഇങ്ങനെ ബൈഹാർട്ട് ചെയ്യൊന്നും വേണ്ട, ഇതൊക്കെ നിങ്ങൾ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കിയാൽ മതി. ഇത്രയും ലെങ്തി ആയിട്ട് നമുക്ക് ഓരോരോ പോയിന്റ്സ് ബൈഹാർട്ട് ചെയ്ത് പഠിക്കലൊന്നും പ്രാക്ടിക്കൽ നടക്കില്ല. അപ്പം നമുക്കറിയാലോ, നമ്മുടെ ഈ റീസെൻ്റ്ലി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്ത് മനസ്സിലാക്കി എന്നുള്ളതാണ് അവർ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്മീഷൻ്റെ റെക്കമെൻഡേഷനിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ, ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടില്ലയോ, ഇത്രയും നമുക്ക് അറിഞ്ഞാൽ മതി. അപ്പം നമ്മൾ ഒരു കാര്യവും ബൈഹാർട്ട് ചെയ്യേണ്ട, നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇപ്പം ഒരു പുതിയൊരു ഇന്ത്യയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറച്ച് റെക്കമെൻഡേഷൻ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഈ ഒരു കമ്മീഷൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഇന്ത്യയെ കൊണ്ടുവരിക. എങ്ങനെയൊക്കെ ഒന്ന് ഇമ്പാക്ട് ഓഫ് പൊളിറ്റിക്കൽ ചേഞ്ച് ഒരു ഇമ്പാക്റ്റ്. പിന്നെ എന്താണ്, യൂണിവേഴ്സിറ്റീസ് എന്താകണം എന്നാണ്, ഓർഗൻസ് ഓഫ് സിവിലൈസേഷൻ്റെ ഓർഗൻസ് ആണ് യൂണിവേഴ്സിറ്റീസ്. ആ രീതിയിൽ വേണം യൂണിവേഴ്സിറ്റീസ് വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ആ രീതിയിലുള്ള കുട്ടികളായിരിക്കണം പുറത്തേക്ക് വിടേണ്ടത്. അവരെങ്ങനെയുള്ളവരായിരിക്കണം, ഇങ്ങനെ ഓർക്കുക, യൂണിവേഴ്സിറ്റീസിന് പുറത്തിറങ്ങുന്ന കുട്ടികൾ നാളെ നമ്മുടെ രാജ്യത്തിന് എന്താ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, ഒരു പുതിയ ഇന്ത്യ എങ്ങനെ വാർത്തെടുക്കാൻ ഈ ഒരു റെക്കമെൻഡേഷൻസ് ഹെൽപ്പ് ചെയ്യും എന്ന് നോക്കിയിട്ടാണ് അവർ റെക്കമെൻഡേഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ന്യൂ ഇന്ത്യ കൊണ്ടുവരണം ബൈ ഇമ്പാക്ട് ഓഫ് പൊളിറ്റിക്കൽ ചേഞ്ചിലൂടെ, അല്ലെ? യൂണിവേഴ്സിറ്റീസ് ആസ് ദ ഓർഗൻസ് ഓഫ് സിവിലൈസേഷൻ്റെ ഒരു ഓർഗൻസ് ആയിട്ട് വേണം യൂണിവേഴ്സിറ്റീസ് ആക്ട് ചെയ്യാൻ. ബിക്കോസ് യൂണിവേഴ്സിറ്റീസിൽ ഇറങ്ങുന്നവരാണ് ഇവിടുത്തെ പൗരന്മാരെന്ന് പറയുന്നത്. അതേപോലെ ഇന്റലക്ച്വൽ അഡ്വഞ്ചർ, അവർ പഠിച്ച കാര്യങ്ങൾ അവർ ഇന്റലക്ച്വൽ ആയിട്ട് അതുമായിട്ട് കൂടുതൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കുക. ഒരു ഇൻറ്റഗ്രേറ്റഡ് വേ ഓഫ് ലൈഫ്, അതുപോലെ വിസ്ഡം, നോളജ് ഒക്കെ വേണം ഈ ഒരു എഡ്യൂക്കേഷനിലൂടെ അവർക്ക് കിട്ടുന്നത്, അല്ലെ? വിസ്ഡം വേണം, നോളജ് വേണം, അവർക്കൊരു ഇൻറ്റഗ്രേറ്റഡ് വേ ഓഫ് ലൈഫ്. ദെൻ എയിംസ് ഓഫ് സോഷ്യൽ ഓർഡർ, അവിടെ ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഡെമോക്രസി, നാഷണൽ ഇന്റർനാഷണൽ ഇന്റഗ്രേഷൻ, അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വേണം. അതാണ് ആ ഒരു എഡ്യൂക്കേഷൻ്റെ എയിം എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു രാധാകൃഷ്ണൻ കമ്മീഷൻ പറയുന്നത് യൂണിവേഴ്സിറ്റി പുതിയ രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരണം യൂണിവേഴ്സിറ്റീസിൽ. എങ്ങനെയുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം, ഈ ഒരു സിസ്റ്റത്തിലൂടെ പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടിയും അവന് പൊളിറ്റിക്കൽ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. അവനാണ് ഈ യൂണിവേഴ്സിറ്റീസ് എങ്ങനെ ആക്ട് ചെയ്യണം, സിവിലൈസേഷൻ്റെ ഒരു ഓർഗനായിട്ട് ആക്ട് ചെയ്യണം. ഇവർക്ക് നോളജും വിസ്ഡവും ഉള്ള കുട്ടികളായിട്ട് ഇവർ ഇറങ്ങണം. ഇവർ ഇന്റലക്ച്വൽ അഡ്വഞ്ചർ, അത് ഇവർക്ക് വേണം. ഇന്റഗ്രേറ്റഡ് വേ ഓഫ് ലൈഫ്, അതുപോലെ തന്നെ എയിംസ് ഓഫ് സോഷ്യൽ ഓർഡർ. കഴിഞ്ഞു. ഇത്രയാണ് എൻ്റെ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു റെക്കമെൻഡേഷൻ, ടീച്ചിങ് സ്റ്റാഫ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ്. ടീച്ചിങ് സ്റ്റാഫിനെ പറ്റി എന്തൊക്കെ പറയുന്നത് നോക്കൂ. റെക്കമെൻഡഡ് ഹൈക്ക് ഓർ മോഡിഫിക്കേഷൻ സാലറീസ്. യൂണിവേഴ്സിറ്റിയിലെ ടീച്ചേഴ്സിൻ്റെ സാലറീസിൽ ഹൈക്ക് അല്ലെങ്കിൽ അവർക്ക് സാലറി ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ സാലറി മോഡിഫിക്കേഷൻ ഈ ഒരു കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തു. അപ്പോൾ രാധാകൃഷ്ണൻ കമ്മീഷൻ ടീച്ചേഴ്സിൻ്റെ സാലറി ഇൻക്രിമെൻറ്റ് റെക്കമെൻഡ് ചെയ്തോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ യെസ്, ദേ റെക്കമെൻഡഡ്. അത് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. എങ്ങനെ? ആസ് പെർ ദ ലെവൽ ഓഫ് ടീച്ചേഴ്സിൻ്റെ ലെവൽ അനുസരിച്ച്. പ്രൊഫസേഴ്സ്, റീഡേഴ്സ് ആൻഡ് ലെക്ചേഴ്സിന് ഓരോ ലെവലിൽ ടീച്ചേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതനുസരിച്ചായിരിക്കണം. നമ്മുടെ യൂണിവേഴ്സിറ്റീസിൽ അങ്ങനെയാണല്ലോ ഇപ്പോൾ നിലവിൽ, അല്ലേ? അതായത് ഇപ്പം പ്രൊഫസറിന് കിട്ടുന്ന സാലറി അല്ല അതിൻ്റെ താഴെ വരുന്ന അസോസിയേറ്റ് പ്രൊഫസറിന്, അതിൻ്റെ താഴെ വരുന്ന ലെക്ചറേഴ്സിന് ആ ഒരു സാലറി അല്ല. അപ്പം ടീച്ചേഴ്സിൻ്റെ ഓരോ ലെവലനുസരിച്ച് അവർക്ക് സാലറിയിൽ മോഡിഫിക്കേഷൻ കൊണ്ടുവരണമെന്ന് ഇവർ റെക്കമെൻഡ് ചെയ്തു. അപ്പോൾ പ്രൊഫസർ, അതിൻ്റെ താഴെ റീഡർ, ഇന്നത്തെ അസോസിയേറ്റ് പ്രൊഫസർ എന്ന് പറഞ്ഞാൽ അന്ന് റീഡർ, പിന്നെ ലെക്ചറർ, അങ്ങനെ. ഓക്കെ, ഇനി ഇവർ റെക്കമെൻഡ് ചെയ്ത വേറൊരു കാര്യം, ക്വാളിഫിക്കേഷൻസ് ഓഫ് ടീച്ചേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ചേഞ്ച് ഓഫ് പ്രൊമോഷൻ, അവരുടെ പ്രൊമോഷൻ ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ക്വാളിഫിക്കേഷനിൽ എന്ത് ശ്രദ്ധിക്കണം എന്നുള്ളത് അവർ റെക്കമെൻഡ് ചെയ്യുന്നു. പ്രൊമോഷൻസിനെ പറ്റി പറയുന്നു. ഏജ് ഓഫ് റിട്ടയർമെൻറ്റ് ഏജ് പറയേണ്ടത്, ഈ കമ്മീഷൻ പറഞ്ഞത് 60 വയസ്സാണ് ടീച്ചേഴ്സ് റിട്ടയർമെൻറ്റ് ഏജ്. അവർക്ക് ഗുഡ് ഹെൽത്ത് ആണെങ്കിൽ 64 വരെ എക്സ്റ്റെൻഡ് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത്. 60 ക്യാൻ എക്സ്റ്റെൻഡ് അപ് ടു 64 ഇഫ് ഗുഡ് ഹെൽത്ത്, നല്ല ഹെൽത്ത് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇവരുടെ വർക്കിംഗ് അവേഴ്സ് 15 പീരീഡ്സ് ആണ് പറഞ്ഞത്. ആൻഡ് കണ്ടീഷൻസ് ഓഫ് ലീവ്, പിന്നെ ലീവ് കണ്ടീഷൻസ് കൊടുക്കുന്നു. 4 ക്ലാസ്സസ് ഓഫ് ടീച്ചേഴ്സ്, ലെക്ചേഴ്സ്, റീഡേഴ്സ് ആൻഡ് പ്രൊഫസേഴ്സ്, മെറിറ്റ് ബേസ്ഡ് പ്രൊമോഷൻ. 4 ക്ലാസ്സസ് ആയിട്ടാണ്. ടീച്ചേഴ്സ്, അതിൻ്റെ മുകളിലോട്ട് വരുമ്പോഴേക്കും ലെക്ചേഴ്സ്, പിന്നെ റീഡർ എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ അസോസിയേറ്റ് പ്രൊഫസർ, പിന്നെ പ്രൊഫസർ. ഇങ്ങനെ 4 രീതിയിൽ ടീച്ചേഴ്സ്, ലെക്ചേഴ്സ്, റീഡേഴ്സ്, പ്രൊഫസേഴ്സ്. എന്നിട്ട് അവർക്ക് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പ്രൊമോഷൻ കൊടുക്കണം, അവരുടെ സാലറിയിൽ ഹൈക്ക് കൊടുക്കണം, അവരുടെ ക്വാളിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അവരുടെ പ്രൊമോഷന് ചാൻസ്, പിന്നെ അവരുടെ റിട്ടയർമെൻറ്റ് ഏജ്, അവരുടെ വർക്കിംഗ് അവേഴ്സ്, ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. വർക്കിംഗ് അവേഴ്സ് 15 പീരീഡ്സ് ആണ് പറഞ്ഞത്. ലീവ് കണ്ടീഷൻസ് പറയുന്നുണ്ട്. അവരുടെ ഏജ് 60 ആണ്, 64 വരെ ഗുഡ് ഹെൽത്ത് ആണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറയുന്നു. ക്വാളിഫിക്കേഷൻ, പ്രൊമോഷൻ, പിന്നെ അവരുടെ മെറിറ്റ് ബേസ്ഡ് പ്രൊമോഷൻ, ആ ഒരു 4 ക്ലാസ്സസ് ഏതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്.
ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി പറയുന്നുണ്ട് സ്കെയിൽസ് ഓഫ് സാലറി സ്കെയിൽ പറയുന്നുണ്ട്. പ്രൊഫസേഴ്സിന് ഈ റേഞ്ച്, അസോസിയേറ്റ് പ്രൊഫസേഴ്സിന് ഈ റേഞ്ച്, ലെക്ചേഴ്സിന് ഈ റേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഓരോ സാലറി റേഞ്ചും ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നു. പിന്നെ സെലക്ഷൻ ഓഫ് പ്രോപ്പർ ടീച്ചേഴ്സിൻ്റെ സെലക്ഷനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇനി തേർഡ് നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ്സ് ഓഫ് ടീച്ചിങ് സ്റ്റാൻഡേർഡിനെ പറ്റി ചില കാര്യങ്ങൾ ഈ ഒരു കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. റീഫോംസ് ഇൻ സെക്കൻഡറി എഡ്യൂക്കേഷൻ, ഇന്റർമീഡിയറ്റ് കോളേജ്, സെക്കൻഡറി എഡ്യൂക്കേഷനിലും ഇന്റർമീഡിയറ്റ് കോളേജിലും ഉള്ള റീഫോംസിനെ പറ്റിയിട്ട്. പിന്നെ കോഓപ്പറേഷൻ ബിറ്റ്വീൻ സ്കൂൾസ് ആൻഡ് യൂണിവേഴ്സിറ്റീസും തമ്മിൽ കോഓപ്പറേഷൻ വേണം, അവർ സഹകരിച്ച് പ്രവർത്തിക്കണം. ഓവർ ക്രൗഡിങ് ഷുഡ് ബി മിനിമൈസ്ഡ്, ഓവർ ക്രൗഡിങ് കുറയ്ക്കണം. ഒത്തിരി കുട്ടികൾ ഒരു ക്ലാസ്സിലൂടെ തള്ളിക്കയറ്റുന്ന അവർ ഓവർ ക്രൗഡിങ് മിനിമൈസ് ചെയ്യണം. എക്സ്പെരിമെന്റൽ വർക്ക് ഷുഡ് ബി എൻഹാൻസ്ഡ്, എക്സ്പെരിമെന്റൽ വർക്ക് കുറെ കൂടെ എൻഹാൻസ് ചെയ്യണം. ഒക്യുപ്പേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഷുഡ് ബി ഓപ്പൺ, നമ്മുടെ ഈ VHSC പോലെയുള്ള തൊഴിലധിഷ്ഠിത ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അതാണ് ഒക്യുപ്പേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഷുഡ് ബി ഓപ്പൺ. ആൻഡ് ടെക്നീഷ്യൻസ് ഷുഡ് ബി റിക്രൂട്ടഡ്, നല്ല ടെക്നീഷ്യൻസിനെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് ഒക്യുപ്പേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണം. പിന്നെ 180 days ഓഫ് ഇൻസ്ട്രക്ഷൻ എക്സ്ക്ലൂഡിങ് എക്സാമിനേഷൻ ഡേ മാറ്റി നിർത്തിയാൽ 180 ദിവസത്തെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. പിന്നെ പ്രോപ്പർ ലൈബ്രറീസ് ആൻഡ് ലബോറട്ടറീസ് വേണം, ലബോറട്ടറി വേണം. അപ്പം നല്ല രീതിയിലുള്ള ഒരു യൂണിവേഴ്സിറ്റീനെ വാർത്തെടുത്തുകൊണ്ട് ആ യൂണിവേഴ്സിറ്റിയിലൂടെ നല്ല പൗരന്മാരെ സമ്മാനിച്ചുകൊണ്ടൊരു പുതിയ ഇന്ത്യ, അല്ലെ, ഇന്ത്യയിലെ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ്, ഇതൊക്കെയാണ് ഈ ഒരു കമ്മീഷൻ ലക്ഷ്യം വെക്കുന്നത്. അവരുടെ ലക്ഷ്യത്തിൽ തന്നെ അവർ പറയുന്നത് ഇമ്പാക്ട് പൊളിറ്റിക്കൽ ചേഞ്ച്, അല്ലേ, അവർ പറഞ്ഞത് ഇമ്പാക്ട് ഓഫ് പൊളിറ്റിക്കൽ ചേഞ്ച്. അതുപോലെ തന്നെ ഇന്നത്തെ യൂണിവേഴ്സിറ്റീസ് ആണ് ഓർഗൻസ് ഓഫ് സിവിലൈസേഷൻ എന്ന് പറയുന്നുണ്ട്. ഇന്റലക്ച്വൽ അഡ്വഞ്ചർ, നോളജ്, വിസ്ഡം, ഇന്റഗ്രേറ്റഡ് വേ ഓഫ് ലൈഫ്, പിന്നെ എയിംസ്, സോഷ്യൽ ഓർഡർ, ഇതെല്ലാം മുൻനിർത്തിയിട്ടാണ് ഈ ഒരു കമ്മീഷൻ റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നത്. ഇവർ ടീച്ചിങ് സ്റ്റാഫിനാണെങ്കിലും അവർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുള്ള അവരുടെ മെറിറ്റ് ബേസ്ഡ് അവരുടെ സെലക്ഷൻ, അവരുടെ പ്രൊമോഷൻ, ഓരോ ലെവൽ അനുസരിച്ച് മെറിറ്റ് ബേസ്ഡ് സാലറി കൊടുക്കണം. സാലറി ഹൈക്ക് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ് അവിടെ കൊണ്ടുവരണം. ഇതെല്ലാം അവർ റെക്കമെൻഡ് ചെയ്യും. ടീച്ചർമാരുടെ റിട്ടയർമെൻറ്റ് ഏജ് 60-64 വരെ അത് പറയുന്നു. 15 പീരീഡ്സ്, അതുപോലെ ലീവ് കണ്ടീഷൻസ് പറയുന്നു. പിന്നെ പ്രൊമോഷൻ ചാൻസസ് ഓരോ ലെവലായിട്ട് തിരിച്ചിട്ട് അതിനുള്ള സാലറി സ്കെയിൽ പറയുന്നു. പ്രോപ്പർ ടീച്ചേഴ്സിൻ്റെ സെലക്ഷനെ പറ്റി പറയുന്നു. ഇനി സ്റ്റാൻഡേർഡ്സ് ഓഫ് ടീച്ചിങ് സ്റ്റാൻഡേർഡ്സ് എങ്ങനെയൊക്കെ ആയിരിക്കണം അവർ പറയണേ. സ്കൂൾസും യൂണിവേഴ്സിറ്റീസും തമ്മിൽ എന്ത് വേണം, ഒരു കോപ്പറേഷൻ വേണം. പിന്നെ സെക്കൻഡറി എഡ്യൂക്കേഷനിലും ഇന്റർമീഡിയറ്റ് കോളേജിലും റീഫോംസ്, കുറച്ച് പരിഷ്കാരങ്ങൾ കൊണ്ടുവരണം. ഓവർ ക്രൗഡിങ് കുറയ്ക്കണം, ഓവർ ക്രൗഡിങ് ഷുഡ് ബി മിനിമൈസ്ഡ്. പിന്നെ എന്ത് വേണം, ഒക്യുപ്പേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വേണം. പിന്നെ ടെക്നീഷ്യൻസിനെ റിക്രൂട്ട് ചെയ്യണം. എക്സ്പെരിമെന്റൽ വർക്ക് ഷുഡ് ബി എൻഹാൻസ്ഡ് എന്ന് പറയുന്നുണ്ട്. 180 days ഓഫ് ഇൻസ്ട്രക്ഷൻസ് എക്സ്ക്ലൂഡിങ് എക്സാമിനേഷൻ ഡേ, പ്രോപ്പർ ലൈബ്രറീസ് ആൻഡ് ലബോറട്ടറീസ്. ഇപ്പോൾ 2 തവണ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതൊന്നും നോട്ട്സ് ഒന്നും എഴുതിയില്ലെങ്കിൽ പോലും വെറുതെ കേട്ടിരുന്നാൽ പോലും നിങ്ങൾ നാളെ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതൊക്കെ അവരുടെ റെക്കമെൻഡേഷനിൽ പെടുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടില്ലേ. ഇപ്പോൾ അവരുടെ റെക്കമെൻഡേഷനിൽ ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷനെ പറ്റിയിട്ട്, ഒരു ഒക്യുപ്പേഷൻ എഡ്യൂക്കേഷനെ പറ്റി പറയുന്നുണ്ടോ രാധാകൃഷ്ണൻ കമ്മീഷൻ? നമുക്കറിയാം, യെസ് പറയുന്നുണ്ട്. ടീച്ചേഴ്സിൻ്റെ സാലറി സ്കെയിൽ പറയുന്നുണ്ടോ? യെസ് പറയുന്നുണ്ട്. അവരുടെ മെറിറ്റ് ബേസ്ഡ് ആയിരിക്കണം അവരുടെ പ്രൊമോഷൻ എന്ന് പറയുന്നുണ്ടോ? യെസ് പറയുന്നുണ്ട്. ഇല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഇങ്ങനെ പഠിച്ചാലേ ഇനി നമുക്ക് കാര്യമുള്ളൂ. ഓക്കെ, ഇത് ഓരോ വേർഡ്സും പഠിക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങളുടേതായ രീതിയിൽ കൊച്ചു കൊച്ചു പോയിന്റ്സ് എഴുതി വെക്കുക. അത് 2 തവണ ഒന്ന് വെറുതെ ഇരിക്കുമ്പോൾ ഇതൊക്കെയാണല്ലോ അവർ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓരോന്നും നമ്മുടെ ബ്രെയിനിലോട്ട് എടുത്ത് വേണം പഠിക്കാൻ, മനസ്സിലാക്കി പഠിക്കുക. എന്നാലേ നമുക്ക് ഇനിയുള്ള ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ആൻസർ കൊടുക്കാൻ പറ്റും. അവർ അത്രയും നമ്മൾ നന്നായിട്ട് അത് മനസ്സിലാക്കുമെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് ഓരോ ക്വസ്റ്റ്യൻസ് ഇടുന്നതെന്ന് തോന്നുന്നു നമുക്കത് വായിച്ചു കഴിയുമ്പോൾ. പിന്നെ സാലറി മോഡിഫിക്കേഷൻ പറഞ്ഞു, ഇന്റർമീഡിയറ്റ്, ഇതൊക്കെ പറയുന്നത് ഓർക്കണം. സ്കൂൾസും യൂണിവേഴ്സിറ്റീസും നമ്മൾ കോർപ്പറേഷൻ വേണം. ഓവർ ക്രൗഡിങ് കുറയ്ക്കണമെന്ന് പറഞ്ഞു. എക്സ്പെരിമെന്റൽ വർക്ക് എൻഹാൻസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? സ്റ്റാൻഡേർഡ്സ് ഓഫ് ടീച്ചിങ്ങിൽ വരുന്നു. ഇപ്പോൾ സ്റ്റാൻഡേർഡ്സ് ഓഫ് ടീച്ചിങ്ങിൽ എന്തൊക്കെയാണ് വരുന്നത്? റീഫോംസ് ഇൻ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആൻഡ് ഇന്റർമീഡിയറ്റ് കോളേജ്, കോപ്പറേഷൻ ബിറ്റ്വീൻ സ്കൂൾസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ്, ഓവർ ക്രൗഡിങ് ഷുഡ് ബി മിനിമൈസ്ഡ്, എക്സ്പെരിമെന്റൽ വർക്ക് ഷുഡ് ബി എൻഹാൻസ്ഡ്, ഓക്യുപ്പേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ബി ഓപ്പൺ ആൻഡ് ടെക്നീഷ്യൻസ് ടു ബി റിക്രൂട്ടഡ്. 180 days ഓഫ് ഇൻസ്ട്രക്ഷൻ എക്സ്ക്ലൂഡിങ് എക്സാമിനേഷൻ, പ്രോപ്പർ ലൈബ്രറീസ് ആൻഡ് ലബോറട്ടറീസ്. അടുത്തത് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ. റിലീജിയസ് എഡ്യൂക്കേഷൻ ഒക്കെ നമ്മൾ കണ്ടില്ലേ ഒരു 11 അതിൽ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ എന്താ പറഞ്ഞതെന്നറിയോ? പ്രൊഫഷണൽ കോഴ്സ് എൻഹാൻസ്മെന്റ്. പ്രൊഫഷണൽ കോഴ്സിനെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യുക. പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സജസ് അഗ്രികൾച്ചർ, കൊമേഴ്സ്, എഡ്യൂക്കേഷൻ, എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ലോ, മെഡിസിൻ, അല്ലെ. പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന എന്തായാലും എല്ലാവരും പോകുന്ന പ്രൊഫഷണൽ കോഴ്സ് ഏതൊക്കെയാണ്? മെഡിസിൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മെജോറിറ്റി പ്രിഫർ ചെയ്യുന്നത്. അത് 2 ഇവിടെ ഉണ്ട്. എഞ്ചിനീയറിംഗ് ടെക്നോളജി ഉണ്ട്, മെഡിസിൻ ഉണ്ട്, പിന്നെ ഒരു വിഭാഗം ലോ, അല്ലെ. ലോ ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. അഗ്രികൾച്ചർ ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്. ഓക്കെ, അഗ്രികൾച്ചർ, കൊമേഴ്സ്, എഡ്യൂക്കേഷൻ, എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ലോ, മെഡിസിൻ എക്സെട്ര. ഇത്തരം പ്രൊഫഷണൽ കോഴ്സിന്റെ എൻഹാൻസ്മെന്റ് ഈ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സസ് ഒക്കെ ഓൾറെഡി ഇന്ത്യയിൽ ഉണ്ട്, അത് ലിമിറ്റഡ് ആണ്. അതുകൊണ്ടിട്ട് ഇറ്റ് ഷുഡ് ബി ബ്രോഡൻഡ് എന്നാണ് ഈ ഒരു കമ്മീഷൻ പറഞ്ഞത്.
അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അവരുടെ റിപ്പോർട്ടിന് എത്ര വോളിയം ഉണ്ട്. ഫസ്റ്റ് വോളിയത്തിൽ അവർ പറഞ്ഞ റെക്കമെൻഡേഷൻസ് ആണ്. സെക്കൻഡ് വോളിയത്തിൽ അവർ കളക്ട് ചെയ്യുന്ന ഡേറ്റയെ പറ്റിയിട്ടാണ് പറയുന്നത്. അവർ ക്വസ്റ്റനെയർ തയ്യാറാക്കി ഒരുപാട് പേരിലോട്ട് എത്തിച്ച് അതിൽ 600 എണ്ണം തിരിച്ചു വന്ന് സ്റ്റഡി ചെയ്ത് ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസിലൊക്കെ പോയി അവിടുത്തെ ടീച്ചേഴ്സിനെയും സ്റ്റാഫിനെയും സ്റ്റുഡൻസിനെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്ത് അങ്ങനെയെല്ലാം അവർ സ്റ്റഡി ചെയ്ത് കൊടുത്ത ഒരു റിപ്പോർട്ടാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, രാധാകൃഷ്ണൻ കമ്മീഷൻ അവരുടെ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസിൽ ഒന്നാണ് എയിംസ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഇൻ ദിസ് ന്യൂ ഇന്ത്യ. എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങളാണ് ന്യൂ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അവർ പറയുന്നത്. അതുപോലെ ടീച്ചിങ് സ്റ്റാഫിനെ പറ്റി, അവരുടെ സാലറി, അവരുടെ ഹൈക്ക്, അവരുടെ ചാൻസ് പ്രൊമോഷൻ, അല്ലെ, അവരുടെ ടീച്ചിങ് അവേഴ്സ്, ഏജ് ഫോർ റിട്ടയർമെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പിന്നെ സ്റ്റാൻഡേർഡ്സ് ഓഫ് ടീച്ചിങ്ങിൽ എങ്ങനെയായിരിക്കണം അവർ എന്താ പറയുക ഒക്യുപ്പേഷണൽ എഡ്യൂക്കേഷൻ കൊണ്ടുവരണം, സ്കൂൾസ് യൂണിവേഴ്സിറ്റീസ് തമ്മിലൊരു കോപ്പറേഷൻ വേണം, അതുപോലെ എക്സ്പെരിമെൻ്റൽ വർക്ക് എൻഹാൻസ് ചെയ്യണം, ഓവർ ക്രൗഡിങ് അവോയ്ഡ് ചെയ്യണം, സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇൻ്റർമീഡിയറ്റ് കോളേജ് റീഫോംസ് വരണം എന്നൊക്കെ സ്റ്റാൻഡേർഡ്സ് ഓഫ് ടീച്ചിങ്ങിൽ പറയണം. പ്രൊഫഷണൽ എഡ്യൂക്കേഷനിൽ പ്രൊഫഷണൽ കോഴ്സ് കുറേ കൂടെ എൻഹാൻസ് ചെയ്യിപ്പിക്കണം, അതിപ്പോൾ ഉള്ളതിനേക്കാളും കുറേ കൂടെ ബ്രോഡൻ ചെയ്യിപ്പിക്കണം പറഞ്ഞു. ഇത്രയും റെക്കമെൻഡേഷൻസ് ക്ലിയർ ആണല്ലോ. ബാക്കി റെക്കമെൻഡേഷൻസ് നമുക്കിതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പ്രധാനപ്പെട്ട പോയിന്റ്സ് എഴുതി വെച്ചിട്ട് ഇയറൊക്കെ എഴുതി വെക്കുക. എന്നിട്ട് ഈ റെക്കമെൻഡേഷൻസ് ഒക്കെ മനസ്സിലിട്ട് ഒന്ന് പ്രോസസ്സ് ചെയ്തിട്ട് തന്നെ ഒന്ന് പറഞ്ഞു നോക്കുക. ഇവരിത് പറഞ്ഞിട്ടുണ്ടോ അത് പറഞ്ഞിട്ടുണ്ടോ, നമ്മളെ മനസ്സിലാക്കുന്ന അത്രയും രീതിയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ് എന്ന് നാളെ ചോദിച്ചാൽ നമ്മൾ ആൻസർ ചെയ്യാൻ പറ്റണം ആ രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാർട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ സെഷൻ ഉപകാരപ്പെട്ടു, ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് കമൻറ്റ്സ് ഒക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും